പെരുമ്പളം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ദ്വീപ് ഗ്രാമമാണ്. 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം പെരുമ്പളത്ത് 9678 ജനസംഖ്യയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അങ്ങനെ ജങ്കാറും കാത്ത് ഞാൻ പെരുമ്പളത്തോട്ട് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബൈക്കിനാണ്. പെരുമ്പളത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിപിൻ. എൻ്റെ കൂടെ സന്തത സഹചാരി, സ്ക്രിപ്റ്റ് റൈറ്ററും ഏറ്റവും അടുത്ത സുഹൃത്തുമായ വിപിൻ. റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന വിപിനെയും കാണണം. സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് പണികളുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പെരുമ്പളം കാണുകയും ചെയ്യണം. അങ്ങനെ ജങ്കാറിലോട്ട് കയറി. എനിക്ക് തോന്നുന്നു ഈ ജങ്കാറാണ് പെരുമ്പളം നിവാസികളുടെ ഏക ആശ്രയം. ഇതുപോലത്തെ 1-2 ജങ്കാറുകൾ ആണ് എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ ജങ്കാർ ഓടിക്കുന്ന ഡ്രൈവർ. ആള് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ മുകളിൽ കയറി ഇന്ന് ഷൂട്ട് ചെയ്തോളാനൊക്കെ പെർമിഷൻ തന്നു കേട്ടോ. ആള് തൊട്ടടുത്തുള്ള ആ ദ്വീപുകളൊക്കെ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ കാണുന്നത് ആലപ്പുഴ ജില്ലയും എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് എന്നോട് ഇദ്ദേഹം പറയുകയും ചെയ്തു. ചങ്ങലകൾ ബന്ധിച്ച് ഇട്ടിട്ടുള്ള ഇതിൻ്റെ സ്റ്റിയറിംഗ് കാണാൻ വളരെ മനോഹരമായിട്ട് തോന്നി കേട്ടോ. ഞാൻ കുറച്ചു നേരം പുള്ളിയുടെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് ആ വേമ്പനാട്ട് കായലിലൂടെ പെരുമ്പളത്തോട്ടുള്ള യാത്ര ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. അതിനൊപ്പം തന്നെ ഗവൺമെന്റിന്റെ എന്താ പറയാ KSRTC അല്ല, KSRTC ബോട്ടുകൾ അതിലൂടെ പെരുമ്പളത്തു നിന്നും അവിടുത്തെ ദ്വീപുകൾ കണക്ട് ചെയ്തും ട്രാവൽ ചെയ്ത് പോകുന്നു. ടൂറിസ്റ്റ് ബോട്ടുകളും ഒക്കെ അതിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഈ ട്രാവൽ ചെയ്ത് ബോട്ട് പോകുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന എന്താ മെസ്സേജസും വിടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പെരുമ്പളത്തോട്ട് അടുത്ത് എത്താറായി. ഏകദേശം ഒരു 10-11 മണിയായി കാണും. ഞാൻ കാലത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. എറണാകുളത്ത് നിന്ന് അധികം ദൂരമില്ല, ഒരു 1 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. അങ്ങനെ ഞാൻ ജങ്കാറിൻ്റെ മുകളിൽ ഡ്രൈവറിൻ്റെ ക്യാബിനിൽ നിന്ന് നിലത്തോട്ട് ഇറങ്ങി. ഇവിടെ പെരുമ്പളത്തോട്ട് അന്നത്തെ ദിവസം ഞാൻ ഞായറാഴ്ച പുറത്തു പോയി തിരിച്ചു വന്നവരും ബന്ധു വീട്ടിലും ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇതൊന്നും അല്ല ശരിക്കും തിരക്ക് എന്ന് പറയുന്നത്. ബിബിൻ പറഞ്ഞനുസരിച്ച് ഭയങ്കര തിരക്കായിരിക്കും ഈ പെരുമ്പളത്തോട്ട് ഉള്ള, കാരണം അവരുടെ ആകെയുള്ള ആശ്രയങ്ങൾ ഈ ജങ്കാറുകളാണ്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി, പെരുമ്പളത്ത് ഇറങ്ങി എൻ്റെ ബൈക്ക് എടുത്ത് ഞാൻ അതിലൂടെ യാത്ര തുടങ്ങി. ബിബിനെ അന്വേഷിച്ചു. എനിക്ക് തോന്നിയത് ഒരു 10-30 വർഷങ്ങൾക്ക് പുറകിലാണ് ഈ ഗ്രാമം എന്നൊന്നും. കേരളത്തിൻ്റെ ഒരു 10-30, കാരണം എവിടെ നോക്കിയാലും നമുക്ക് മരങ്ങളും വെള്ള മണ്ണ്, അതേപോലെ തന്നെ സ്കൈയുടെ വ്യൂ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വിപിനെ കണ്ടെത്തുകയും ചെയ്ത് വിപിൻ എന്നെയും കൊണ്ട് വിപിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വിപിൻ എന്നെയും കൊണ്ട് വിപിൻ്റെ വീട്ടിലേക്ക് യാത്ര മുന്നിൽ നിന്ന് തുടരണേണ്. അങ്ങനെ പോണ വഴിക്കല്ല ഞാനിങ്ങനെ പറഞ്ഞത്, അത് എന്ത് ഭംഗിയാണ് ഈ ഗ്രാമം കാണാൻ വേണ്ടി. ഈ വെയിലുകൾ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി തന്നെ ഒരു പഴമയാണ്. എനിക്കൊണ്ട് ആലപ്പുഴയിലാണ് ഞാൻ ഇതുപോലെ കണ്ടത്. ഇത് ആലപ്പുഴ ജില്ല തന്നെയാണ് എങ്കിലും ഞാൻ പറയണേ, കാരണം നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ആംഗിളിലോട്ട് ഫ്രെയിം വെച്ചാലും നമ്മൾ നോക്കിയാൽ ദൂരെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ആകാശം മറയ്ക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളായിരിക്കുള്ളൂ. നമുക്ക് ആ ഒരു ദൂര വ്യൂ പെർസ്പെക്റ്റീവ്സ് നമുക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ പെരുമ്പളത്തോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കരമായ ആശ്വാസമാണ്. പിന്നെ പൊല്യൂഷൻ ഇല്ല, ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ ഇല്ല, വണ്ടികളുടെ ഈ ശബ്ദങ്ങൾ കുറവാണ്. ഇതെല്ലാം കൂടി കൊണ്ട് ഞാൻ ബിബിനോട് പറഞ്ഞു, ബിബിന നീ സ്വർഗത്തിലാണോ ജീവിക്കണത്? നീ ജീവിക്കുന്നത് സ്വർഗത്തില, കാരണം അത്രക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമം. അങ്ങനെ ബിബിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ. ശേഷം വണ്ടി വെച്ച് ബിബിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളവും കുടിച്ച് ഞങ്ങൾ 2 പേരും കൂടി പുറത്തോട്ട് ഇറങ്ങി. ബിബിൻ എനിക്ക് വഴി കാട്ടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ബിബിൻ പറയുന്നുണ്ട്,
ഈ വഴികളിലൂടെയുള്ള എന്നുവെച്ചാൽ മെയിൻ വഴികളിലൊന്നും വന്നിട്ടില്ല. ഈ പണ്ട് നമ്മുടെ വൈപ്പിനിലുണ്ടായിരുന്ന പോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴികളാണ് ശരിക്കും ഉള്ളത്. പിന്നെ വഴികൾ എന്ന് പറയാമെങ്കിലും എന്താ പറയാ, റോഡോ ടാറോ ഒന്നും ഇടാത്ത വഴികളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. എന്ന് വെച്ചാൽ ഓരോ വഴികളിലോട്ടും എത്തുന്ന കൈവഴികൾ എന്ന് എടുത്തു പറയാം. അങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ് ഒരു കയർ ഫാക്ടറി, കയർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ബിബിൻ എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം പുതിയതാണ്. ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നേ തൊഴിലാളി ക്ഷാമം കൊണ്ട് പൂട്ടിപ്പോയ ഒരു കയർ ഫാക്ടറി. എനിക്കൊണ്ട് ഈ പെരുമ്പളം ഗ്രാമത്തിലെ ആൾക്കാരുടെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന തൊഴിൽ ആയിരുന്നിരിക്കാം ഇത്. പക്ഷെ ഇത് കിടക്കുന്നത് ഇങ്ങനെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം ലക്ഷങ്ങളെല്ലാം എനിക്കൊന്ന് കോടി, 1 കോടിക്കൊക്കെ മേലെ കാണുമായിരിക്കാം. കോടികൾ വിലയുള്ള ഈ എന്താ പറയാ എക്യുപ്മെന്റ്സ് ഇവിടെ കിടന്ന് ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ അതൊരു വിഷമം തന്നെ. കാരണം ഇത് നമ്മളുടെയും കൂടി കാശാണ് ഈ കിടക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഈ കയർ ഫാക്ടറിയുടെ എന്താ പറയാ റൂമിലേക്കും അവരുടെ ഓഫീസ് റൂമിലേക്കും എല്ലാം ഞാൻ നുഴഞ്ഞു കയറി എന്ന് വേണമെങ്കിൽ പറയാം. അടച്ചിട്ടേക്കണായിരുന്നു. ജനലിലൂടെ ഞാൻ പറ്റാവുന്നത് പോലെ ഷോർട്സ് എടുത്തു. അതിലൂടെ എനിക്ക് മനസ്സിലായ വർഷങ്ങൾക്ക് മുന്നേ ഇരുന്ന് ആരോ വായിച്ച ബുക്കുകൾ, രജിസ്ട്രേഷൻ ഫയലുകൾ, ഇവിടെ ജോലിക്ക് വന്നിരുന്നേച്ചവർ ഒപ്പിട്ടിരുന്നേച്ച ബുക്കുകൾ, ഇതെല്ലാം കാണാം. ഒരു സിനിമയ്ക്ക് സെറ്റ് ഇട്ടതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു റൂം. എനിക്ക് ഭയങ്കര സങ്കടവും തോന്നി. അതേപോലെ കാരണം ഇത്രക്ക് തൊഴിലില്ലായ്മ നിൽക്കുന്ന സ്ഥലത്താണ് ഗവൺമെന്റ് ഇതുപോലത്തെ ഒരു എന്താ പറയാ ഒരു തീരുമാനം എടുത്ത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാതെ നശിച്ച് കിടക്കുന്ന ഈ ഫാക്ടറി കാണുന്നത്. അങ്ങനെ വിപിൻ എന്നെയും കൊണ്ട് മുന്നേ നടന്നു. ചെറുവഴികളിലൂടെയും കനാലുകളിലൂടെയും തോട് വരമ്പത്തൂടെയും എല്ലാം ഞങ്ങൾ ഇങ്ങനെ നടന്നു. ശരിക്കും എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്താ പറയാ ഈ 10 വയസ്സുള്ളപ്പോൾ കണ്ട എൻ്റെ നാടായിരുന്നു ശരിക്കും പെരുമ്പളം എന്ന് വേണം പറയാം. എൻ്റെ 10 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള എൻ്റെ എറണാകുളം, ആ സമയത്ത് എറണാകുളം ഇങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എൻ്റെ ഓർമ്മയിൽ പല സ്ഥലങ്ങൾ, എറണാകുളം സിറ്റി അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ഇതുപോലെ ആയിരുന്നു. അങ്ങനെ ബിബിൻ എന്നെ കൂടെ നടന്ന ബിബിൻ്റെ ഏതൊരു സുഹൃത്തിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഇവിടെ ഉള്ളവരെല്ലാവരും പലരും നല്ല ബിസിനസ് പരമായി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർ, ഗവൺമെന്റ് ജോലിയിലൊക്കെ ഉള്ളവരാണ്. മിക്കവരും പുറത്താണ് താമസിക്കുന്നത്. ഇവിടെ ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ തറവാട്ടിലേക്ക് വരും. അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് ശരിക്കും ഇവിടെ നടന്നു പോകുന്നത്. അങ്ങനെ വിപിൻ എന്നെയും കൊണ്ട് ആ ഗ്രാമത്തിലെ ഒരു അതിമനോഹരമായ സ്വർഗതുല്യം നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. വേമ്പനാട്ട് കായലിന്റെ അരികത്ത് നിൽക്കുന്ന ഒരു വീട്. വിപിൻ പറയാം ഒരു കാലഘട്ടത്തില് കുറച്ച് നാൾക്ക് മുന്നേ വരെ, കാരണം ഇവരെ വിളിച്ചിരുന്നത് ശ്രീലങ്കക്കാരെന്നായിരുന്നു. കാരണം ദ്വീപിലകത്ത് തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇതിലേക്ക് വഴികളില്ല, ഒന്നുമില്ല, വെള്ളം എപ്പോഴും കയറും. പക്ഷെ ഇപ്പൊ നോക്കി അവരുടെ വീടിന്റെ മുന്നിലേക്കാണ് ഈ പാലം വന്നിറങ്ങുന്നത്. അവർക്ക് ഒരുപാട് എൻക്വയറീസ്, സ്ഥലം വിൽപ്പനയ്ക്കൊക്കെ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഈ സ്ഥലം കൊടുക്കുന്നില്ല, കാരണം അവരുടെ പാരമ്പര്യമായിട്ട് നിൽക്കുന്നത് മനോഹരമാണ് നോക്കിയാൽ വീട് കാണാൻ വേണ്ടി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എരൂര് പാലം കാണാൻ എന്നാണ് പറയുന്നത്. ആ ദൂരെ കാണുന്നത് എരൂര് പാലം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പാലം ഇങ്ങനെ പണി നടക്കുക. എനിക്ക് തോന്നുന്നു ഈ പാലം വന്നതിന് ശേഷം എന്താ പറയാ ഈ പെരുമ്പളം ഗ്രാമം ഏത് രീതിയിൽ ഡെവലപ്പ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടൂറിസം കൊണ്ടും വ്യവസായം കൊണ്ടും എല്ലാം എങ്ങനെയാണോ ഒരു വൈപ്പിൻ ഡെവലപ്പായത് അതിൻ്റെ ഇരട്ടി പെരുമ്പളം ഗ്രാമം ഡെവലപ്പാകും. അങ്ങനെ ബിബിൻ എന്നോട് ചോദിച്ചു റോട്ടിലൂടെ നടക്കണം. വേണ്ട ബിബിനെ, നമുക്ക് കൈവഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞു. കാരണം ആ ഓർമ്മകളെല്ലാം ഒരു പ്രത്യേക സുഖമാണ്. ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മളുടെ ബ്രെയിനിലോട്ടും നമ്മളുടെ കാഴ്ചകളിലോട്ടും എല്ലാം വന്നേക്കും. അങ്ങനെ കുറെ തോടും കൈവഴികളിലൂടെ എല്ലാം നടത്തും. പക്ഷെ ഈ വഴികളെല്ലാം പല വീട്ടുകാരുടെയും മെയിൻ വഴികളാണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടവും തോന്നുന്നുണ്ട്. പശുവിനെ മേയ്ക്കാനും ആടിനെ മേയ്ക്കാനും
എല്ലാം അവർ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചില വഴികളിലൂടെ ബൈക്ക് യാത്രയാവില്ല, ചില വഴികളിലൂടെ ബൈക്ക് പോകും. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വഴികൾ എന്ന് വെച്ചാൽ മെയിൻ റോഡുകളുണ്ട് ഇതിനകത്തോട്ട് പോകുന്നത്. ആ റോഡുകളിലേക്ക് പോകുന്ന ചെറിയ കൈവഴികളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ വീടുകളുണ്ട് താനും. ഈ വഴികളാണ് മിക്ക വീടുകളുടെ വീട്ടിലോട്ട് നടന്നു വരാവുന്ന വഴികളും. അതുകൊണ്ട് രാത്രി ഒരു 7 മണിക്ക് ശേഷം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. പക്ഷെ പിൽക്കാലത്ത് ഈ പാലം വന്നതിന് ശേഷം ഇത് ഏതൊക്കെ രീതിയിൽ ഡെവലപ്പായി പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ നമ്മൾ വൈപ്പിൻ കര തന്നെ എടുക്കാം. അങ്ങനെ പെരുമ്പളത്തെ യാത്ര തുടർന്ന് ഏകദേശം വൈകിട്ടായി കാണും. എന്ത് ഭംഗിയാണല്ലേ ഈ സ്ഥലം കാണാൻ വേണ്ടി. ഈ തെങ്ങുകളും എന്താ പറയാ തോടുകളും കണ്ടൽ കാടുകളും എല്ലാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരുമ്പളം നിവാസികൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെ പറയാം. അവിടേക്ക് കണക്ട് ചെയ്യുന്ന 1-2 ബോട്ടുകളാണ് കേട്ടോ ഗവൺമെന്റിന്റെ SWTDയുടെ ബോട്ടുകൾ. ഈ ബോട്ടിൽ ഞാൻ ബോട്ട് ജെട്ടിൽ ഈ ബോട്ട് വരാൻ കാത്തു നിന്ന് വീഡിയോ എടുത്തതാണ്. ഇവരുടെ ഏക ആശ്രയം എറണാകുളത്തോട്ട് ട്രാവൽ ചെയ്യാനും കോട്ടയമല്ല പറവൂരൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ഏക ആശ്രയം. അപ്പോൾ അങ്ങനെ ഈ ബോട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എൻ്റെ പെരുമ്പളം കാണാനുള്ള പൂതി ഇവിടെ തീരുകയാണ്. ഞാൻ ബൈക്ക് എടുത്ത് തിരിച്ച് എൻ്റെ എറണാകുളത്തോട്ട് പോകാൻ വേണ്ടി ബിബിനോട് സംസാരിച്ച് കുറച്ച് നേരം സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളും സിനിമ ചർച്ചകളും എല്ലാം സംസാരിച്ചു. ബിബിനോട് പറയായിരുന്നു നമുക്ക് പെരുമ്പളത്ത് നിവാസികളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാടാ, അങ്ങനെ ഒരു പ്രൊജക്റ്റ്. കാരണം അത്രക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ ആലപ്പുഴ പോലെയല്ല, എനിക്കെന്തോ അതിനേക്കാളും കുറച്ചും കൂടി വെർജിനായിട്ടുള്ള സ്പേസ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകും. ഞാൻ ഇനിയും വരും ഈ യാത്ര. കാരണം ബിബിൻ്റെ എഴുത്ത് ഇവിടെയാണല്ലോ, എനിക്ക് ഇനിയും കാണേണ്ടി വരും. അങ്ങനെ എനിക്കുള്ള ജങ്കാർ വന്നു. ഞാൻ ജങ്കാറിലേക്ക് കയറി തിരിച്ച് യാത്ര.